എന്നെ കൊണ്ട് ഈ പണിയൊക്കെ എടുപ്പിക്കുന്ന അവിടെ നടു ഒടിഞ്ഞു പോണേ എന്റെ ദൈവമേ. മമ്മിയുടെ നടുവൊടിഞ്ഞ അച്ഛമ്മ തന്നെ ആ ജീവനാന്ത കാലം ഈ പണിയൊക്കെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ ഇവിടെ ഓരോന്നും ചെയ്യുന്നത്. വിളിയടി നിന്റെ തള്ളേ. വിളിച്ചാലും വരാനൊന്നും പോകുന്നില്ല. ആഹാ, എന്നാ പിന്നെ നീ എടിതാ കിടക്കുന്ന ചൂല്, എനിക്കങ്ങ് വയ്യ. എന്റെ അച്ഛമ്മേ, ഞാനും കണ്ണനും കൂടെ ഈ പരിസരമൊക്കെ വൃത്തിയാക്കാൻ ഇറങ്ങിയതാ. അച്ഛമ്മ പത്രത്തിൽ വായിച്ചില്ലേ, പകർച്ചവ്യാധിയൊക്കെ പകർന്നു പിടിക്കുക. ദാ ഇത് കണ്ടോ വേസ്റ്റ്, അപ്പുറത്തെ അയൽവക്കക്കാര് നമ്മുടെ വീട്ടുവളപ്പിലേക്ക് വലിച്ചെറിയുന്നതാ. അല്ല അതിനെന്തിനാ അച്ഛമ്മ ചിരിക്കുന്നേ? അവരെ ചെന്ന് പോയി 2 വഴക്ക് പറ. എടി, ഇത് ഇന്നലെ രാത്രി ഞാനും നിന്റെ മമ്മിയും കൂടെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞതാ. അതവര് രാവിലെ എടുത്ത് ഇങ്ങോട്ട് ഇട്ടു, അത്രേ ഉള്ളൂ. നിങ്ങളിങ്ങനെ വേസ്റ്റ് വലിച്ചെറിഞ്ഞ് കളിച്ചാലേ ഈ മഴക്കാലത്ത് ഏതുതരം പകർച്ചവ്യാധിയാ പകർന്നു പിടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എടി, പണ്ടത്തെ കാലത്തെ കഞ്ഞിയും പയറും അവലും ചക്കയൊക്കെ തിന്ന തടിയായത്. നിന്റെ ഈ ഇത്തിരി പോന്ന കൊതുക് വിചാരിച്ച എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. അത് കണ്ടറിയാം. കണ്ടറിയാം. നിന്റെ തള്ള ചിലപ്പോ കിടന്നിരിക്കും. കൊതുക് അവളുടെ അയൽവക്കത്തോടെ പറഞ്ഞാ മതി, അവക്ക് പനി വരും. ആഹാ, അതാണ്ട് ശാസ്ത്രജ്ഞൻ വീണ്ടും വന്നല്ലോ. നിങ്ങളൊക്കെ മനുഷ്യരാണോ? എന്താടാ ഇതെന്താന്നറിയാവോ? ചേട്ടാ, ഇത് ആലസ്യമായി വലിച്ചെറിഞ്ഞാലുള്ള ദുരന്തം അച്ഛമ്മയ്ക്ക് അറിയാവോ? വെള്ളം കെട്ടി നിൽക്കും, പിന്നെ കൂത്താടികൾ വരും. അസുഖം പകർത്താൻ വേറെ ഒന്നും വേണ്ട. പിന്നെ ഇതിനകത്താണോ കൂത്താടികൾ വരുന്നത്? പണ്ടത്തെ കാലത്താണെങ്കിൽ ഈ ചിരട്ട ചെത്തി ചീവി എടുത്ത് തവിയാക്കുമായിരുന്നു, ചിരട്ടത്തവി. ഇപ്പോഴത്തെ കാലത്ത് ആർക്ക് വേണം ചിരട്ടത്തവി? എല്ലാവരും അലൂമിനിയം, സ്വർണവും പിച്ചളയും ഒക്കെ അല്ലേ തവി ഉണ്ടാക്കി വെക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള തവികൾ. ഇത് നിങ്ങൾക്ക് അടുപ്പിലിട്ട് കത്തിച്ചൂടെ? അതിനിവിടെ രണ്ടുപേരും ഗ്യാസ് അടുപ്പല്ലേ ഉപയോഗിക്കൂ. എന്തായാലും ഞാനിത് അടുപ്പിലിട്ട് കത്തിക്കാൻ പോകും. നിൽക്കുന്ന നീ എന്തായാലും അത് അടുപ്പിലിട്ട് കത്തിക്കാൻ പോവുക. ആ അടുപ്പയിലോട്ട് ഇച്ചിരി കട്ടൻ ചായ അടുപ്പത്തോട്ട് പോയി എന്നിട്ട് അച്ചമ്മയ്ക്ക് കൊണ്ടുവരാം. 2 ദിവസമായിട്ടേ ഒരു വിരുദ്ധൻ എലിയെ പിടിക്കാൻ വേണ്ടി ഞാൻ എലിക്കണി വെക്കുക അമ്മേ. അവൻ ഇന്നും വീണില്ല. ഈ എലിപ്പനി പറത്തുന്ന അവനെ ഇന്ന് പിടിച്ചിട്ട് തന്നെ കാര്യം. ഇന്നും വീണില്ലേ? ഇല്ല. നീ അതിനകത്ത് തേങ്ങാപ്പൂള് വെച്ചായിരുന്നോ? ഇല്ല. അല്ല, തേങ്ങാപ്പൂള് വെക്കാൻ കൊണ്ടുപോകുന്ന ഉണ്ടായിരുന്നല്ലോ. അത് ഞാനങ്ങ് തിന്നായിരുന്നു. അയ്യോ എന്റെ ദൈവമേ, നിന്നെ അത് എലിക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനൊരു കൊഞ്ഞാണ്. എടാ, എലിയൊക്കെ ഞാൻ പിടിച്ചോളാം, നീ അതോടെ വെച്ചു. ഇപ്പോഴാണ് അത് ശരിയായത്. അതിന് മുമ്പ് ആ തേങ്ങാപ്പൂള് എടുത്ത് തിന്നും വെച്ച് പൊക്കിയെടുത്തോണ്ട് വന്നിരിക്കുന്നു. തലയ്ക്ക് അടിക്കും ഞാൻ എടുത്തു കേട്ടോ. ആഫീസിൽ പോടാ. അയ്യോ, ആഫീസിൽ പോ. അമ്മ തമാശ പറയല്ലേ? എന്താ ഇനി ഞായറാഴ്ച? നീ ഞായറാഴ്ചയാണോ? 365 ദിവസം നിനക്ക് ഞായറാഴ്ചയാണല്ലോ. ഇന്ന് തിങ്കളാഴ്ചയാ. എലിയെ ഞാൻ പിടിച്ചോളാം, പോടാ. എലിയെ പിടിക്കാൻ പോലും കൊള്ളത്തില്ല. ഈ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാനേ അച്ഛമ്മയെ ഞങ്ങളുടെ കൂടെ സഹായിക്കണം. ഞാൻ വരാം. എങ്കിലേ ഞങ്ങൾക്ക് ഒരു ഉത്സാഹമുള്ളൂ. ആദ്യം ഈ ഇതിനെ ഇറക്കി വെളി വിടട്ടെ, പോടാ. മോഡേൺ ലേഡി പോകുന്നു. ഞങ്ങള് കുറച്ചുപേര് ഇവിടെ ഒക്കെ നിപ്പുണ്ടേ. എങ്ങോട്ടാണ് ആട്ടക്കാരി പോകുന്നത് എന്നോട് പോലും ചോദിക്കാതെ? എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി അപ്പ ഇടങ്കോലിടും. എനിക്കിന്ന് വനിതാ വിങ്ങിന്റെ മീറ്റിംഗ് ഉണ്ട്. വനിതാ വിങ്ങിന്റെ വനിതാ വേദി. നുണവേദി, നുണ പറയുന്ന വേദി. അമ്മേ, സുന്ദരിമാരെല്ലാരോടും ഒരുമിച്ചിരിക്കുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മീറ്റിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാം. മൊത്തം പകർച്ചവ്യാധിയാ. ഒന്ന് പോടി അവിടുന്ന്. പകർച്ചവ്യാധി എനിക്ക്? എന്റെ മോളെ, സുന്ദരിയും ആരോഗ്യവതിയുമായ എനിക്ക് പകർച്ചവ്യാധി വരില്ല. അതൊക്കെ ഇവർക്ക് വരും, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക്. അല്ല, അമ്മയ്ക്ക് അസുഖം വന്നാൽ നിനക്കും വരത്തില്ലയോ? പകർച്ചവ്യാധിയല്ലേ? അങ്ങനെ എന്തെങ്കിലും അമ്മയ്ക്ക് അസുഖം വന്നാൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. അപ്പൊ എനിക്ക് വരില്ലല്ലോ. ഓക്കെ, ബൈ, ചാച്ചാ, പോയിട്ട് വരാം. അമ്മ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? ഞാൻ ഇനി തേങ്ങാപ്പുള്ള എടുത്ത് തിന്നത്തൊന്നുമില്ല. അതല്ലടാ, അവള് പറഞ്ഞേച്ചു പോയില്ലയോ എനിക്ക് അസുഖം വന്ന അവളവിടെ വീട്ടിലേക്ക് പോകുന്നു. അയ്യോ, അതവള് വെറും തമാശ പറഞ്ഞല്ലേ അമ്മേ? തമാശയൊന്നും പറഞ്ഞതല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ.
പിടിച്ചതാ. കള്ളൻ, ഞാൻ പോലും ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല. ആരോടും പറയില്ലെങ്കിൽ ഞാൻ ഒരു സത്യം പറയാം. എന്ത് സത്യം? ഞാൻ +2 കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒളിച്ചു കൊടുക്കും. എങ്ങോട്ട്? മുംബൈയിലേക്ക് ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കാൻ. അവിടെ ചെന്ന് പൈപ്പോളം കുടിച്ച് പട്ടിണി കിടന്നാലേ ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ. നല്ല ആഗ്രഹം തന്നെ. അപ്പൊ നിനക്ക് ശാസ്ത്രജ്ഞനായുള്ള ബൂതിയൊക്കെ പോയോ? ഓ, എന്ത് ശാസ്ത്രജ്ഞൻ! എടി, സിനിമാ നടന്റെ അത്രയും പരിപാടി ശാസ്ത്രജ്ഞൻ. എന്തുവാടാ പാൻറ്റിനകത്താണ് മൂട്ട കയറിയോ? ഞാൻ പറഞ്ഞില്ലടി, ഇവിടെ ഉള്ളവർക്ക് ഒന്നും പിടിക്കത്തില്ല. ഇതാണോ ഡാൻസ്? ഇതിനെ ഡാൻസ് എന്ന് വിളിക്കാൻ പറ്റുമോ? കൂടുതൽ കളിയാക്കല്ലേ, കഷ്ടപ്പെട്ട ഇവനത് പഠിച്ചെടുത്തു. ചുമ്മാ ഗോഷ്ടി കാണിക്കാതെ കയറി പോടാത്ത. ഗോഷ്ടിയോ? പിന്നല്ലാതെ. കളിയാക്കാൻ എളുപ്പം. ഡാഡിക്ക് ഇവൻ കളിക്കുന്ന പോലെ കളിക്കാൻ പറ്റുമോ? അയ്യോടി, അപ്പൊ ഞാൻ ഡാൻസർ ആണെന്നുള്ളത് വരെ നിങ്ങളുടെ മമ്മി ഇതുവരെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ലയോ? ചുമ്മാ പുളു പഠിക്കാതെ ഡാഡി. എടി, നിനക്ക് മനസ്സിലായോ ഡാഡി ഡാൻസ് എന്താന്ന്? വെള്ളം അടിച്ച് 4 കാലം ആടാറില്ലേ? അതാ. ഓ, പരിഹാസം. നീ വേറെ പാട്ട് വെച്ച ഞാൻ ഡാൻസ് കളിച്ച് കാണിച്ചു തരാം. Levanta la bandera. നിങ്ങൾ ആരാ അച്ഛൻ, നിങ്ങൾ ആരാ മക്കൾ? എന്താ സംശയം? ഞാൻ തന്നെ. എനിക്ക് സംശയമുണ്ട്. നിർത്തിക്കാൻ അങ്ങോട്ട്. ഞാനുണ്ടോ മനുഷ്യൻ നിങ്ങൾക്ക്? കണ്ണനെ വെല്ലുവിളിച്ചോണ്ട് ഡാൻസ് കളിക്കുമോ മമ്മി? നന്നായിരിക്കുന്നു. ഒരു സന്തോഷ വർത്താനം പറയാൻ ഓടി വന്നതാ. സകല മൂടും കളഞ്ഞു. എന്താ എന്റെ അമ്മയ്ക്ക് സുഖമല്ലേ? എന്താ സന്തോഷ വാർത്ത മമ്മി പറ? മറ്റന്നാളെ എന്റെ വനിതാ ക്ലബിലെ ഇലക്ഷനാ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ ഞാനാ സ്ഥാനാർത്ഥി. അച്ഛമ്മ കേക്കണ്ട. അതല്ലേടാ പതുക്കെ പറഞ്ഞത്. നിനക്ക് വാർഡ് മെമ്പറായിട്ട് നിന്ന് ഇലക്ഷൻ ഞാൻ നിന്നില്ല എന്ന് അങ്ങനെ ശീലം ഉണ്ടല്ലോ, അതുകൊണ്ട് നീ തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞു എല്ലാരും. നിനക്ക് തോറ്റ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. കരുതാകൃത്ത് വളക്കല മനുഷ്യ. അല്ല മമ്മി, പ്രസംഗം പഠിപ്പിക്കണോ? പ്രസംഗം ഒന്നും പഠിപ്പിക്കണ്ട. ഇപ്പൊ പുഞ്ചിരിച്ച് കാണിച്ചാൽ മതി, പിന്നെ കുറെ നമസ്കാരം. അതാണ് ഇപ്പൊ വോട്ട് പിടിക്കാൻ പറ്റിയ സ്റ്റൈല്. പുതിയ സ്റ്റൈലാ. നിന്നെ വോട്ട് പിടിച്ചാൽ മതി. പുതിയ കുറെ ഡ്രസ്സൊക്കെ മേടിക്കണം, നല്ല പളപള മിന്നുന്ന സാരി. പിന്നെ പുറത്ത് ജനല് വെച്ച ബ്ലൗസ്. എന്തുവാ ജനല് വെച്ച ബ്ലൗസ്? ആണല്ലോ നിങ്ങൾക്ക്. പിള്ളേർ വെക്കുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. ഷെയിം ഓൺ യു ഡാഡി. ആ ഇലക്ഷനിലെ എന്റെ എതിരാളി അഡ്വക്കേറ്റ് ശാന്തമ്മയാ കിളവി. അവരെ ഞാൻ 8 നല്ല പൊട്ടിക്ക് നോക്കിയോ. മമ്മി ആദ്യമേ ഈ കോലമൊക്കെ ഒന്ന് മാറ്റണം, എന്നിട്ട് മോഡേൺ ആകണം. അപ്പൊ ഞാനിപ്പം ഇത് മോഡേൺ അല്ലേ? ഇതാണോ മോഡേൺ? അല്ലേ? അല്ല. അച്ഛമ്മ മോഡേൺ ആയി. വനിതാ ക്ലബിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അമ്മ അറിഞ്ഞു കാണുമോ? അമ്മ അതിന് മെമ്പർ അല്ലല്ലോ, കാണത്തില്ല. എന്താ ഇവിടെ എല്ലാരും കൂടെ ഒരു ഗൂഢാലോചന? എന്നെ കൊല്ലാനോ മറ്റോ വന്നോ? അയ്യോ, അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല അമ്മേ. എപ്പോഴാണ് നിനക്ക് അതിന് സമയം? അയ്യേ, അമ്മ എന്താ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്? എനിക്കെന്താ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ കൊള്ളത്തില്ലേ? ആ, എന്തായാലും നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഞാനിനി കുറെ നാൾ ഇങ്ങനെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. പിന്നെയല്ല, മോളെ, എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്നറിയാമോ? ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തരട്ടെ. ഇന്ന് ഞാൻ നിന്റെ കൂടെ കടന്നുറങ്ങുന്നത്. നിന്നെ പോലൊരു മരുമോളെ കിട്ടിയതാ എന്റെ ഭാഗ്യം. ഓ, എന്താ ഒരു സൗഭാഗ്യം എന്റെ മരുമോള്. അച്ഛമ്മ ആ കണ്ണട ഒന്നും ഒരുക്കി. എന്തിന്? അല്ല, ഒന്ന് നോക്കട്ടെ. എന്തിനിപ്പൊ എന്റെ കണ്ണട ഊരില്ല?
അമ്മയുടെ കണ്ണെന്താ ചുവന്നിരിക്കുന്നത്? കണ്ണു തീനും. ഉമ്മാതല്ല കൂളിംഗ് ക്ലാസ് വിട്ടോണ്ട് നടന്നത്. എനിക്ക് കൂടെ വരാൻ വേണ്ടിയല്ലേ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചേ? അതെ, നിനക്ക് കണ്ണുതീനം വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതെ, നീ ക്ലബിൽ പ്രസിഡന്റ് ആവാൻ പോവാണെന്നൊക്കെ ഇവിടെ പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെ നീ പ്രസിഡന്റ് ആയിട്ട് സമയമൊന്നും വേണ്ട. എടാ കണ്ണി സുക്കേടോ അങ്ങനെയൊക്കെയാ പകരുന്നത്. അത് ഈ അസുഖമുള്ളവരുമായിട്ട് അടുത്ത് പെരുമാറിയാല്, അവര് ഉപയോഗിച്ച തുണി ഉപയോഗിച്ചാല്, പിന്നെ കണ്ണാടി ഉപയോഗിച്ചാല് മതി മതി, ഇത്രയൊക്കെ മതി. അവക്ക് കണ്ണി സുക്കേട് വരാൻ ഇത്രയൊക്കെ മതി. ഞാൻ അടുത്ത് പെരുമാറിയല്ല, ഉമ്മ കൊടുത്തല്ല, കണ്ണി സുക്കേട് വരും വരും. നീ ഇത് വെക്ക്, നിനക്കും കൂടെ വരട്ടെ. അയ്യോ വേണ്ട. വേണം, വെക്കടാ വെക്കടാ. എല്ലാം പേടിച്ച് ഓടിയോ, എല്ലാം ഓടി പോയി. മോഹൻ തോർത്താൻ ഇത്രയും നേരം ഞാൻ മോൻ കഴിക്കൊണ്ടിരുന്നപ്പോ അമ്മയാണ് എനിക്ക് തോർത്തം കൊണ്ട് വന്നത്. ഞാൻ വേണമെങ്കിൽ തോർത്തിക്കോളാം, വേറെ തോർത്തെടുത്ത്. ഇത് വെച്ച് തോർത്തിക്കാൻ നല്ലതാ. ഞാൻ ആലോചിച്ചോളാം തോർത്തണോ വേണ്ടോ. ഞാൻ പോട്ടെ. വിളിച്ചില്ലേ? നീ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, അന്ന് പോയി തരാമോ? ഞാനൊരു കാര്യം പറയാം. ഒന്നുകിൽ അമ്മ റൂമിന്റെ വെളിയിൽ ഇറങ്ങരുത്, ഇല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോകും. ഏത് വേണം നമ്മ തീരുമാനിച്ചോ. എന്റെ മോള് വീട്ടിലൊന്നും പോവണ്ട. ഞാൻ മുറിക്ക് വെളിയിൽ ഇറങ്ങത്തില്ല. പോരെ? നീ വനിതാ വേദിയുടെ പ്രസിഡന്റ് ആവാൻ പോവില്ലയോ? അതെ അതെ, ആഹാരമൊക്കെ അർജുനായിട്ട് റൂമിൽ കൊണ്ട് തന്നോളൂ. കൊണ്ട് തരും. വേണ്ട, ഞാൻ പട്ടിണി കിടന്ന് ചത്തോളാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കും. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടെ നിനക്ക് കണ്ണുതീനം വരും. ഞാൻ കണ്ണു തുടച്ച തോർത്താ അത്. അമ്മേ മുഖം തുടച്ച തോർത്ത് എനിക്ക് തന്നു. എന്നിട്ട് ഞാനും മുഖം തുടച്ചറിഞ്ഞേട്ടാ എനിക്ക് കണ്ണസുഖം വരും. ഞാൻ മനഃപൂർവ്വം കൊടുത്തതാ. ഒക്കെ കണ്ണു സുഖമായിട്ട് വരട്ടെ. ഓ, അവിടെ ഒരു വനിതാ പ്രസിഡന്റ്. മനഃപൂർവ്വം ചെയ്തതാ. ഈ കണക്കിന് പോയാലേ എല്ലാവർക്കും ഇവരെ കണ്ണസുഖം വരുത്തും. ഞാൻ എന്റെ വീട്ടിൽ പോവാ. അല്ല, അത്രയ്ക്ക് കടുത്ത നടപടി വേണോ മോനോല്ലി? വേണോ അർജുനേട്ടാ? ഞാൻ ക്ലബിലെ പ്രസിഡന്റ് ആവുന്നത് സ്വപ്നം കണ്ടുപോയി. എനിക്കത് ഉപേക്ഷിക്കാൻ വയ്യ. പിള്ളേര് വരുമ്പോ പറഞ്ഞേട്ടോ, പൈസ ഇരിപ്പുണ്ടോ? ഇല്ല. എനിക്കറിയാം, എന്നാലും വെറുതെ ചോദിച്ചതാ. നാളെ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. പിള്ളേരെ ഒന്ന് വരുന്നുണ്ടോ ഭക്ഷണം കഴിക്കാൻ? പുഴുത്ത പട്ടിയോട് ഇത്ര അവഗണന കാണിക്കത്തില്ല. നാട്ടിൻ പുറത്തെ തോട്ടിൻ കരയിൽ പാഞ്ഞു നടക്കും നീ. എന്താടാ കണ്ടു വേടാ? എനിക്കെന്താ കുഷ്ഠരോഗം ഉണ്ടോ? വാടാ ഇവിടെ. ഇങ്ങോട്ട് നോക്കടാ. ഇല്ല, നോക്കത്തില്ല. നോക്കിയാ കണ്ണീനം പകരും. എടാ, എനിക്ക് കണ്ണുതീനൊന്നുമില്ല. നീ ഇങ്ങോട്ട് നോക്കിയേ. നോക്കേ, നീ കണ്ണുതീനുണ്ടോ? അയ്യോ ഇല്ല. എപ്പം മാറി? മാറിയതല്ല, ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഇച്ചിരി ചുവപ്പൊക്കെ കണ്ണിലിട്ടൊന്ന് നോക്കിയതാ. എനിക്ക് പകർച്ചവ്യാധി വന്നാൽ എന്നെ ഇട്ടേച്ച് പോകുന്ന നിന്റെ ഭാര്യ പറഞ്ഞില്ലയോ? അങ്ങനെ ചെയ്യുമോന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കിയതാ. അവള് പോയല്ലോ. ഇരി പിള്ളേരെ, അച്ഛമ്മയ്ക്ക് കണ്ണീനൊന്നുമില്ല. ഇനി പോരെ പോരെ. സത്യം. അച്ഛമ്മേ ആക്ട് ചെയ്തതാ മോനോല്ലി പോവോന്നറിയാൻ വേണ്ടി. എന്നാ പിന്നെ മമ്മി ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞാലോ? വേണ്ട വേണ്ട, വിളിക്കണ്ട. എനിക്ക് ചെറിയൊരു കണ്ണിന് അസുഖം വന്നെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ ഇട്ടേച്ച് പോയില്ലയോ? ഇത്രയ്ക്കേ ഉള്ളൂ സ്നേഹം. ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ സ്നേഹിച്ചതാ അതിനെ. അമ്മ സമാധാനമായിട്ടിരിക്കും. നമുക്ക് എൻജോയ് ചെയ്യാവുന്നേ. ഭക്ഷണം കഴിക്കാം. അവളില്ലാതെ എനിക്ക് ഭക്ഷണം ഇറങ്ങത്തില്ലടാ.
അമ്മേ ദേ ഞാൻ അവളാന്ന് അങ്ങ് വിചാരിക്കുക, എന്നിട്ട് അങ്ങ് ഭക്ഷണം കഴിക്കുക. പ്രശ്നം തീർന്നില്ലേ? അവളെവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു? മമ്മി ഉപേക്ഷിച്ച് പോയിട്ടും അച്ഛമ്മയ്ക്കുള്ള സ്നേഹം ഇതുവരെ പോയിട്ടില്ല. വേണ്ട, അവളില്ലാതെ എനിക്ക് ഭക്ഷണം ഇറങ്ങത്തില്ല. ഞാനിപ്പം മമ്മിയെ വിളിക്കാം. മമ്മിയുടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നവും തീരും. വേണ്ടാണ് മക്കളെ, മനസമാധാനത്തോടെ 2 ദിവസം ഞാൻ ഇവിടെ ഒന്ന് കഴിഞ്ഞോട്ടെ. വേണ്ട വേണ്ടെങ്കി വേണ്ട, നമുക്കെന്താ, വാടാ. അല്ല, അച്ഛമ്മയുടെ അസുഖം മാറിയെന്ന് മമ്മി എങ്ങനെ അറിഞ്ഞു? അച്ഛമ്മേ, ഡാഡി, ദേ മമ്മി വന്നു. മോനുവല്ലേ ഇപ്പൊ ഒന്ന് നീ പോയേ പിന്നെ ഇവിടെ ഒരാൾ ആഹാരം പോയിട്ട് ജലപാനം പോലും കഴിച്ചിട്ടില്ല. അമ്മയ്ക്കും കൂടെ വേണ്ടി അർജുനേട്ടൻ കഴിക്കുന്നുണ്ടല്ലോ. മമ്മിയെ പരീക്ഷിക്കാൻ വേണ്ടി അച്ഛമ്മ മനഃപൂർവ്വം രോഗം അഭിനയിച്ചതാ. എനിക്ക് കണ്ണിസൂക്കേടാണെന്ന് പറഞ്ഞപ്പോ നീ നിന്റെ അമ്മയുടെ അടുത്തേക്ക് അങ്ങ് ഓടിപ്പോയില്ലോടി. ഇപ്പൊ ആരും വിളിച്ചിട്ടാടി ഇങ്ങോട്ട് കയറി വന്നേ? ഓ, ആരും വിളിച്ചിട്ടൊന്നും വന്നതല്ല, എനിക്ക് പനിയാ. ആ, നിനക്ക് പനി പിടിച്ചപ്പോ നിന്റെ തള്ള അവിടെ ഇങ്ങോട്ട് ഓടിച്ചു വിട്ടില്ലയോ? ആരും ഓടിച്ചു വിട്ടല്ല, പിന്നെ അമ്മയ്ക്ക് പനി പകരണ്ടെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പോകുന്നതാ. ആർക്കാ? അമ്മയ്ക്കേ, എന്റെ അമ്മയ്ക്ക്. അത് ശരി, അപ്പൊ ഇവിടെ ഉള്ളവർക്ക് പകർന്നോട്ടൊന്നില്ലയോ? എഴുതി പൊടി എവിടുന്ന? എന്റെ അച്ഛമ്മേ, പനി പിടിച്ച അവശയായ ആളോട് ഇങ്ങനെ ഒന്നും പറയാതെ. പറയവിടി, എനിക്ക് കണ്ണിസൂക്കേട് വന്നു എന്ന് പറഞ്ഞപ്പോഴേ ഓടിപ്പോയതാ അവള്. ദൈവം കൊടുത്ത ശിക്ഷയാടി. ചുട്ടുകൊള്ളുന്ന പനി. ഡോക്ടറെ ഒന്നും കാണിച്ചില്ലേ മോനോലി? കാണിച്ചു, ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, ഗുളികയും തന്നു. ആ, റെസ്റ്റൊക്കെ നീ നിന്റെ വീട്ടിൽ ചെന്നങ്ങ് എടുത്താ മതി കേട്ടോ. വേഗം പോവാൻ നോക്ക്. അപ്പോ ക്ലബ്ബ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വെള്ളത്തിലായല്ലോ. ഓ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേടാ അർജുനേട്ടാ. എന്നെ അകത്തുണ്ടേ കിടക്കാം. അല്ലല്ലല്ല, അപ്പൊ ഇവിടെ തന്നെ അങ്ങ് തങ്ങാൻ തീരുമാനിച്ചോ? എന്നാ പിന്നെ ഞാനങ്ങ് പോയേക്കാം കോകിലയുടെ വീട്ടിലെങ്ങാനും. അമ്മ, ആ, നിനക്കിറങ്ങി പോവാമെങ്കിൽ എനിക്ക് പോയാലെന്താ, ഞാൻ പോവുക. അയ്യോ അർജുനേട്ടാ, കണ്ട അമ്മ പോവാന്ന്. ആ, അച്ഛമ്മയ്ക്ക് കണ്ണുരോഗം വന്നപ്പോ മമ്മി പോയില്ലേ, അതിന്റെ വാശിയാ. ഈ ഇലക്ഷനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ വയ്യ. മിക്കവാറും ആ വക്കീൽ തന്നെ ജയിക്കും. മിക്കവാറും എന്നല്ല മോനോലി, വക്കീല് തന്നെ ജയിക്കും. അർജുനേട്ടൻ പോയിട്ടേ എനിക്ക് പനിയാന്ന് പറയാം, വല്ല സഹതാപ വോട്ടും കിട്ടിയാലോ? ആ, കിട്ടും. മമ്മി ഇപ്പൊ അതൊന്നും ആലോചിക്കാതെ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. ഞാൻ പോവാ. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തി ചെയ്യരുതമ്മേ. എന്തുവാ കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തി? ആഹാ, എനിക്ക് കണ്ണിന് സുഖമില്ലെന്ന് പറഞ്ഞു ഇവിടെ ഇറങ്ങി പോയതോ? അപ്പൊ കണ്ണി ചോരയൊന്നും ഇല്ലായിരുന്നോ? എനിക്ക് ഇതിനകത്ത് യാതൊരു കുറ്റബോധവും ഇല്ല. ഞാൻ തന്നെ പോവാ. കോകിലാന്റിയുടെ വീട്ടിലും കൊതുകുണ്ട്. ആ, അവിടുത്തെ കൊതുക് ഞാനങ്ങ് സഹിച്ചു. വിട്ടേരെ മോനോലി, ചെന്ന് റെസ്റ്റ് എടുക്കുക. എന്താ കഴിക്കാൻ വേണ്ട? കഞ്ഞിയും പേറും തരട്ടെ? ഓ, വാങ്ങിക്കൊന്നും ഒരു രുചിയില്ല അർജുനേട്ടാ. എനിക്ക് ഇച്ചിരി കട്ടൻ ചായയും ഒരു ചിക്കൻ ബിരിയാണി തന്നെ. ചിക്കൻ ബിരിയാണി? പനി പിടിച്ച ആവശ്യമായിട്ടും ആർത്തിക്കൊരു കുറവും ഇല്ല. അയ്യോ, വായിക്ക് രുചിയില്ല. ചിക്കൻ ബിരിയാണി തന്നെ മെനക്കെടുത്താനുള്ള പനിയല്ല. അമ്മ പോയില്ലേ? കോകിലയുടെ വീട്ടിലേക്കുള്ള ബസ് കിട്ടിയില്ല. അവിടേക്ക് ഒരു ബസ്സേ ഉള്ളൂ അമ്മ. ആ, ഒരു ബസ്സേ ഉള്ളൂ. ബസ് കിട്ടാത്തോണ്ടൊന്നുമല്ല, മോനോലി ഈ അവസ്ഥയെ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള മടി കൊണ്ടാ അമ്മ അങ്ങനെ പറഞ്ഞത്. ഒന്നുമല്ല, ആരങ്ങോട്ട്. പനിക്കുന്നുണ്ടല്ലോ കുറേശ്ശെ. മരുന്ന് കഴിച്ചോ? ഇല്ല, എനിക്ക് ഛർദിക്കാൻ മരുന്ന്. ആ, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. മരുന്ന് കഴിച്ചേ ഒക്കത്തുള്ളൂ. അയ്യോ, എനിക്ക് വേണ്ട. വേണം വേണം വേണം. ഇത് പിന്നെ എന്താ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്?
തലക്കഴി കൊണ്ടുവെക്കാനാണ്. വെള്ളം ഒന്ന് കുടിച്ചു. അമ്മ അമ്മ എന്നോട് ക്ഷമിക്കണം. നിന്നെ പോലെ കണ്ണി ചോരയില്ലാത്തോളൊന്നും അല്ലല്ലോ ഞാൻ. നിന്നെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? എന്നാലും എന്നെ ഇട്ടിട്ട് പോയല്ലോ നീ. എന്നോട് ക്ഷമിക്കമ്മേ, എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ. എന്താടാ നോക്കി നിൽക്കുന്നേ? പോയി ഇച്ചിരി കഞ്ഞിയും പയറും ഉണ്ടാക്കടാ. അല്ലമ്മേ ചിക്കൻ ബിരിയാണി മതി എന്ന് മോനവല്ലി. ആര് പറഞ്ഞു? മോനവല്ലി പറഞ്ഞായിരുന്നു. ഇപ്പൊ ചിക്കൻ ബിരിയാണി ഒന്നും കഴിക്കണ്ട, പനിയൊക്കെ മാറട്ടെ എന്നിട്ട് കഴിക്കാം. ഞാൻ പോയി ഉണ്ടാക്കാം. എന്നാ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാം. ഉണ്ടാക്കൊണ്ടേ ഇപ്പൊ എന്നെ പഴയ പാലെ പിടിച്ചിട്ട് വരും. ഇതിനൊക്കെ എങ്ങനെയാ ഞാൻ നന്ദി പറയണ്ടേ? എന്ത് പ്രായശ്ചിത്തോ ഞാൻ ചെയ്യണ്ടേ? സാരമില്ല മോനവല്ലി, അമ്മയ്ക്ക് പനി വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ നിനക്ക് അമ്മയെ ശുശ്രൂഷിക്കാമല്ലോ. ചുമ്മാ തമാശ പറയല്ലേ? ഞാൻ തമാശയൊന്നും പറഞ്ഞല്ല, ശരിക്കും സത്യം. പ്രാർത്ഥിക്കും. എന്റെ ഈശ്വര, എന്റെ അമ്മായിയമ്മയും പനി വന്ന് കിടപ്പിലാവണേ ഭഗവതി. അതല്ല, ഒന്നുമല്ല. നായയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞേയിരിക്കും.